ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന് തിരിച്ചടിയായി പഞ്ചാബിലെ ലുധിയാനയിൽ നിന്നുള്ള സിറ്റിംഗ് MP രവ്നീത് സിംഗ് ഭിട്ടു BJPയിൽ ചേർന്നിരിക്കുകയാണ്. മുതിർന്ന പാർട്ടി നേതാവ് വിനോദ് താവ്ഡെയുടെ സാന്നിധ്യത്തിലായിരുന്നു പാർട്ടി പ്രവേശനം. 2009 മുതൽ 2014 വരെ പഞ്ചാബിലെ ആനന്ദ്പൂർ സാഹിബ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് രവ്നീത് സിംഗ് ഭിട്ടു പ്രതിനിധീകരിച്ചത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശിരോമണി അകാലിദളിന്റെ ഡോക്ടർ ദിൽജിത് സിംഗ് ചീമയെ 67,204 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഭിട്ടു പരാജയപ്പെടുത്തിയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ ഹരീന്ദർ സിംഗ് ഫൂൽക്കയെ 19,709 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഭിട്ടു പരാജയപ്പെടുത്തിയത്. ശിരോമണി അകാലിദൾ സ്ഥാനാർത്ഥി മൻപ്രീത് സിംഗ് അയാലിയായിരുന്നു മൂന്നാം സ്ഥാനത്ത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക് ഇൻഫാസ് പാർട്ടിയുടെ സംജീത് സിംഗ് ഭെയിൻസിനെ 76,372 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഭിട്ടു പരാജയപ്പെടുത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് താൻ നന്ദിയുള്ളവനാണ്. പ്രധാനമന്ത്രി മോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പഞ്ചാബിനോട് വളരെയധികം സ്നേഹം പങ്കുവെക്കുന്നുണ്ട്. അവർക്ക് സംസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുമെന്നായിരുന്നു ഭിട്ടുവിന്റെ BJP പ്രവേശനത്തിന് ശേഷമുള്ള പ്രതികരണം. 1995 ഖാലിസ്ഥാനികളാൽ കൊല്ലപ്പെട്ട മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ബിയാൻ സിംഗിന്റെ ചെറുമകനാണ് ഭിട്ടു. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും കോൺഗ്രസിന്റെ പഞ്ചാബ് ഘടകത്തിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരുന്നു. സംസ്ഥാനത്ത് AAPയുമായുള്ള കോൺഗ്രസിന്റെ സഖ്യത്തെ ഭിട്ടു എതിർത്തിരുന്നു. ഒടുവിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. അധികാരത്തിലെത്തിയ ശേഷം AAP സർക്കാർ കോൺഗ്രസിനെതിരെ ഏജൻസികളെയും പോലീസിനെയും ദുരുപയോഗം ചെയ്തതായും ഭിട്ടു പറയുന്നുണ്ട്. പഞ്ചാബിലെ 13 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ജൂൺ 1 നടക്കുന്നത്. പൊതുതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് BJP പ്രഖ്യാപിച്ചതോടെ AAP, കോൺഗ്രസ്, BJP, അകാലിദൾ എന്നിവരാണ് പ്രധാന എതിരാളികൾ. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.